നയതന്ത്രപരമായൊരു കൂടിക്കാഴ്ചയായിരുന്നു. ആ സദസ്സിലേക്ക് ആരും വരരുത് എന്ന് റസൂൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു, അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം. അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. റസൂല് അദ്ദേഹത്തിന് പ്രത്യഭിവാദ്യം ചെയ്തെങ്കിലും റസൂലിന് ഇഷ്ടപ്പെട്ടില്ല ആ വരവ്. അനിഷ്ടം വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടില്ല. ആകെ സംഭവിച്ചത് റസൂലുള്ളാഹിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. നെറ്റി ചുളിക്കുക എന്നുള്ളതിന് അറബിയിൽ അബസ എന്ന് പറയാം. അബസ എന്ന പേരിൽ ഒരു അധ്യായമാണ്. പിന്നീട് എപ്പോഴൊക്കെയാണോ ആ സ്വഹാബിയെ കാണുന്നത്, അപ്പോഴൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വാരിപ്പുണരും. നിങ്ങൾ എന്റെ ഉടപ്പിറപ്പാണ് കേട്ടോ അബ്ദുള്ള, നിങ്ങൾ എന്റെ സഹോദരനാണ് കേട്ടോ. റസൂലുള്ളാഹിയുടെ നെറ്റി ചുളിഞ്ഞ കാര്യം അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല. കാരണം അത് കാണാനുള്ള കണ്ണ് ആ പാപം മനുഷ്യനില്ലല്ലോ. പക്ഷെ ആകാശത്ത് നിന്ന് അള്ളാഹു ഇടപെടുകയാണ്. റസൂലെ ശരിയായില്ല കേട്ടോ. അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയങ്കരനായ റസൂലിനെ അള്ളാഹു തിരുത്തുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ആ പാപം സ്വഹാബിക്ക് വേണ്ടിയിട്ട്. മനുഷ്യനെ പരിഗണിക്കാൻ, മനുഷ്യനെ വിഷമിപ്പിക്കാതിരിക്കാൻ അള്ളാഹു റസൂലിന് ശിക്ഷണം നൽകിയിരുന്നു.